സലീൽ മാസ്റ്ററെ, നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ പറ്റി എന്താണ് പറയാനുള്ളത്? അതൊന്ന് അറിയിച്ചോളൂ. എന്തൊക്കെ അയാൾ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അയാളുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായത്, അതൊക്കെ ഒന്ന് അറിയിച്ചോളൂ. ഞാൻ സലീൽ മാസ്റ്റർ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജീനെ ഇഷ്ടപ്പെടാനുള്ള രണ്ട് ചെറിയ കാരണങ്ങൾ, കുറേ കാരണങ്ങളുണ്ട്, പക്ഷെ അതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതും ഞാൻ അയാളെ അഭിമാനിക്കുന്നതും അയാളെ ഒരു പവറും അയാൾക്കുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി പവറും അയാളെ ഒരു വിവരവും വിദ്യാഭ്യാസവും ആ ഒരു സംഭവം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തത് ഞാൻ ഹിസ്റ്ററി പോസ്റ്റ് ഗ്രാജുവേഷൻ ആയ ആളാണ്. പൊളിറ്റിക്കൽ സയൻസിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടുണ്ട്. അതേപോലെ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷനും ആയിട്ടുണ്ട്. ഞാൻ പ്രിൻസിപ്പാളായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ എനിക്ക് പല പ്രധാനമന്ത്രിനെ പറ്റിയിട്ടും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് ശേഷമുള്ള ഇന്ദിരാഗാന്ധിക്ക് ശേഷമുള്ള എല്ലാ പ്രധാനമന്ത്രികളും ഞാൻ നേരിട്ട് എന്ന് പറഞ്ഞാൽ TV-യിലോ അവരെ പറ്റിയിട്ട് ഞാൻ ലൈവായിട്ട് അവരെ പറ്റിയിട്ട് മനസ്സിലാക്കിയ ആളാണ്. ബാക്കി മുമ്പത്തെ പ്രധാനമന്ത്രികളെല്ലാം ഞാൻ മാസ്റ്റർ ഓഫ് ഹിസ്റ്ററിയിൽ ഞാൻ ബിരുദാനന്തര ബിരുദം എടുക്കുന്ന സമയത്ത് ഞാനത് പഠിച്ചിട്ടുണ്ട്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ നാട്ടിലുള്ള പ്രധാനമന്ത്രി വിദേശത്തൊക്കെ പോയ സമയത്ത് എന്തെങ്കിലും ട്രീറ്റിയോ അതെന്തെങ്കിലും ഒപ്പന്തം അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റി ഉണ്ടാക്കുന്ന സമയത്ത്, ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്, സൈൻ ഇടുന്ന സമയത്ത് അത് ഡെലിഗേഷനായിട്ട് അത് ആടുള്ള പ്രധാനമന്ത്രിനെ കണ്ടിട്ട് സൈൻ ഇട്ടിട്ട് തിരിച്ചു വരുന്നതാണ് പതിവ് നമ്മളെ മിക്കവാറും എല്ലാ പ്രധാനമന്ത്രിയും. പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അങ്ങനല്ല. അയാള് ഒരു രാജ്യത്തിനെ വിസിറ്റ് ചെയ്യാൻ പോയെങ്കിൽ അവിടെ ട്രീറ്റി ഉണ്ടാക്കിയാൽ അവിടെ ഒപ്പന്തത്തിൽ സൈൻ ഇട്ടിട്ട് ശേഷം ആടുള്ള ഇന്ത്യക്കാരെ ഒരു ഹാളിൻ്റെ അകത്ത്, ഒരു റൂമിൻ്റെ അകത്ത് വിളിച്ചു വരുത്തി അവരോട് അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്കൊരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന പോലെ അവരോട് സംസാരിച്ചിട്ട് വരുന്നതാണ് പതിവ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഇന്ത്യക്കാരോടും അവിടെ ഫാമിലി ആയിട്ടുള്ള ആളുണ്ടാവും, അവിടെയുള്ള പല വർക്കിന് ജോബിന് പോയ ആൾക്കാരുണ്ടാവും. അവിടുത്തെ എല്ലാ ഇന്ത്യയിലുള്ള ഇന്ത്യക്കാർ നമ്മളെ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ആ നാട്ടിലുള്ള നമ്മുടെ നാട്ടുകാരെ ഒരു ഹാളിൻ്റെ ഉള്ളിൽ, ഒരു മിനി ഹാളിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊണ്ടു അവിടെ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് അവരോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ അവർക്ക് എത്ര സന്തോഷമാവും. നമ്മളെ പ്രധാനമന്ത്രി നമ്മളെ കാണാൻ വന്നിട്ടുണ്ട്, നമ്മളെ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണ്, നമ്മളോട് തിരിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്, ഹാളിലിരുന്ന് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അടുത്ത് കൈ കെട്ടുപോയ സ്ഥലം. അതിലേക്ക് നമ്മളെ കയ്യിൽ തുമ്പുള്ള ആ ഒരു സന്തോഷം അവിടുത്തെ ഇന്ത്യക്കാർക്ക് ഉണ്ടായി. ആ സമയത്ത് പല ആൾക്കാർക്കും ഉണ്ടാവും, നമ്മുടെ പ്രധാനമന്ത്രി നമ്മളെ അടുത്ത് വന്നിട്ട് സംസാരിച്ചല്ലോ എന്നുള്ളതില്ല. അപ്പോൾ അതൊരു സന്തോഷത്തിന് വിഷയം, അതൊരു സ്പെഷ്യലാണ് അയാൾക്ക്. അതേപോലെ രണ്ടാമത്തെ കാര്യം, അയാള് ഇത് ഇൻഡിപെൻഡൻസ് ഡേന്റെ ദിവസമാവട്ടെ, അതേപോലെ റിപ്പബ്ലിക് ഡേ ആവട്ടെ, റെഡ് ഫോർട്ടിൽ വെച്ചിട്ട് അയാള് ഇന്ത്യനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇത് ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന് ശേഷം ഇന്ത്യനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഒരു സെക്രട്ടറി റൈറ്റിങ്ങിലൂടെ കൊടുത്ത ഒരു പേപ്പറിനെ വായിച്ചതാണ്. പല പ്രധാനമന്ത്രിയും വായിക്കലാണ്, എല്ലാവരും മിക്കവാറും. പക്ഷെ നരേന്ദ്രമോദിജി ആ ഒരു കീഴ്വഴക്കം, ആ ഒരു സംഭവമല്ലാതെ ഡയറക്റ്റായിട്ട് എഴുതിയിട്ടുള്ള സംഭവത്തിന് വായിക്കാതെ ഡയറക്റ്റായിട്ട് അയാള് രാഷ്ട്രത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്, അത് ആ കഴിവുണ്ടല്ലോ, അതെല്ലാവർക്കും വരല്ലത്. അതാണ് അയാളെ ഗ്രേറ്റ്നെസ്, അയാളെ ആ ഒരു പവർ. വളരെ നന്ദിയുണ്ട്. താങ്ക് യു സലീൽ.